സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് വി ഹാവ് എൻ ഏരിയ, ഇങ്ങനൊരു ഏരിയ ഉണ്ട്. ഏരിയ നോർമലി നമ്മളൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് മാത്സിലെല്ലാം എടുക്കാറ്. ഏരിയ പറയുമ്പോൾ നമ്മൾ ഡയറക്ഷൻ പറയാറില്ല. ഇപ്പോൾ ഒരു സർഫസിൻ്റെ ഏരിയ പറയുമ്പോൾ ലൈക്ക് 10 മീറ്റർ സ്ക്വയർ, 20 മീറ്റർ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞു പോകലാണ് പതിവ്. നമ്മളതിന് ഡയറക്ഷൻ മാത്സിൽ പറയാറില്ല. പക്ഷെ ഫിസിക്സിൽ ഏരിയയ്ക്ക് ഡയറക്ഷൻ ഉണ്ട്, ഏരിയയ്ക്ക് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. ഇതേപോലെ 10 മീറ്റർ സ്ക്വയർ, 20 മീറ്റർ സ്ക്വയർ പോലെയൊക്കെ ഏരിയയ്ക്ക് മാഗ്നിറ്റ്യൂഡൊക്കെ ഉണ്ട്. ഡയറക്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഫിസിക്സിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഏരിയ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നമുക്കറിയാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ πr² ചെയ്താൽ ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ഏത് ഏരിയയ്ക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. നോർമൽ എന്ന് പറയും. നോർമൽ ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തോ πr² ചെയ്താൽ കിട്ടും. ഡയറക്ഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? ആ സർഫസ്, ആ ഏരിയ സർഫസിന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അതാണ് ഏരിയയുടെ ഡയറക്ഷൻ. ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഏരിയ ഇവിടെ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അതായത് ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ അല്ലേ. ഇവിടെ എവിടെയെങ്കിലും ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് represents what? Direction. Suppose we have ഒരുപാട് ലൈൻസ് ഒന്നും വേണ്ടല്ലോ, ഒരുപാട് ലൈനൊന്നും വേണ്ട. സപ്പോസ് വി ഹാവ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇതെന്താണ്? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർഫസിൽ എവിടെ 1 കൂളം ചാർജ് വെച്ചാലും, ഈ സർഫസിൽ എവിടെ 1 കൂളം ചാർജ് വെച്ചാലും എല്ലായിടത്തും ഒരേ ഫോഴ്സാണ്. നമ്മളതിനെ പറയുന്ന പേര് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. യൂണിഫോം ഫോഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഈ സർഫസിൽ എവിടെ ഞാൻ 1 കൂളം ചാർജ് വെച്ചാലും അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് സെയിം ആണ്. ഓക്കെ, സോ ദർ ഈസ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ ലെറ്റ് ഇ ബി ഇവിടെ താഴെ എഴുതി വെച്ചേക്കാം അല്ലേ. ഇ ബി ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഈ സർഫസിൽ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. ഡിഫറെൻറ്റ് ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി എന്താ ചെയ്യണമെന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബുക്കുകൾ എസ് എന്ന് എഴുതാറുണ്ട്, അല്ലെങ്കിൽ എ എന്ന് എഴുതാം. ഏതായാലും കുഴപ്പമില്ല, എ ആയാലും എസ് ആയാലും നോ പ്രോബ്ലം. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ് ഉദ്ദേശിച്ചത്. എ എന്ന് എഴുതാറുണ്ട്. അപ്പോൾ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എസ് ഈസ് ദ സർഫസ് ഏരിയ. സർഫസ് ഏരിയ, ഞാനിവിടെ ഒരു സർഫസ് വെച്ചിരിക്കുകയാണ്, അതിൻ്റെ ഏരിയ. അത് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. ഇക്കും എസിനിടയ്ക്ക് ഒരു ആംഗിൾ കാണാമല്ലോ ഇവിടെ അല്ലേ. സപ്പോസ് ഇക്കും എസിനിടയ്ക്ക് എന്തുണ്ട്? ഒരു ആംഗിൾ ഉണ്ട്, തീറ്റ. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ. ഞാൻ ഓരോ ടേംസുകളൊന്നും ആദ്യം ഇവിടെ എഴുതട്ടെ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗിൾ ബിറ്റ്വീൻ. ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് സർഫസ് ഏരിയ. ഞാൻ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞൊരു ടേം ഡിഫൈൻ ചെയ്യാണ്. ഇതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസിങ് ഇലക്ട്രിക് ഫ്ലക്സ്, നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ഒരു തിയറം വരും. കുറച്ച് കഴിഞ്ഞിട്ട് ഗോസസ് ലോ എന്ന് പറഞ്ഞൊരു തിയറം വരും. അത് ഇലക്ട്രിക് ഫ്ലക്സ് ഡിഫൈൻ ചെയ്താൽ മാത്രമേ ഗോസസ് ലോ എന്ന് പറഞ്ഞൊരു തിയറം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഗോസസ് ലോ പഠിച്ചാൽ മാത്രമേ നമുക്ക് കുറേ ഫോർമുലാസുകൾ ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർമുലാസുകൾ ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള കുറേ ഫോർമുലാസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇലക്ട്രിക് ഫ്ലക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള കുറേ ഫോർമുലാസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഡിനോട്ടഡ് ബൈ, ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ഫൈ. ഇങ്ങനത്തെ ഒരു ഫൈ എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. കാണാനുള്ള ഫോർമുല ഇ ഇൻറ്റു
എസ് ഇൻറ്റു കോസ് തീറ്റ. എ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു കോസ് തീറ്റ. ഇ എസ് കോസ് തീറ്റ എന്ന് പറയും. മാത്തമാറ്റിക്കലി നമ്മളിത് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. മാത്സിൽ വെക്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത് പഠിച്ചിട്ടില്ലെങ്കിൽ സാരമില്ല, ചുമ്മാ ബൈ ഹാർട്ടാക്കി വെച്ചാൽ മതി. എങ്ങനെയാണിത് പ്രോബ്ലം വരുന്നത് എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. സോ ഇ എസ് കോസ് തീറ്റയാണ് ഇപ്പം നമുക്ക് നിലവിൽ ആവശ്യമുള്ളൂ. ഈ ഡോട്ട് എസ് നമുക്ക് ആവശ്യമില്ല. വി നീഡ് ഇ എസ് കോസ് തീറ്റ. ഇ എസ് കോസ് തീറ്റ ഡിനോട്ടഡ് ബൈ ഇ ഡോട്ട് എസ്. ഇ എസ് കോസ് തീറ്റ ഡിനോട്ടഡ് ബൈ ഇ ഡോട്ട് എസ് എന്ന് മാത്രം. ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറയാം. ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പറഞ്ഞുതരാം. വി ഹാവ് എൻ ഏരിയ, സർഫസ് ഏരിയ. സർഫസ് ഏരിയ അതൊരു വെക്ടറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സർഫസ് ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് എസ് ആണ്. ഡയറക്ഷൻ നമ്മൾ എടുക്കുന്നത് സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. അതായത് ഈ സർഫസിൽ എവിടെ 1 കൂളം ചാർജ് വെച്ചാലും അതിൽ ഒരേ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഉദ്ദേശിച്ചത്, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. പി ഈസ് ദ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ഇക്കും എസിനിടയ്ക്ക് തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ ഉണ്ടെന്ന് വിചാരിക്കുക. തീറ്റ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ്, അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ് ഒരു ഇമാജിനറി കോൺസെപ്റ്റ് ആണ്. ആരും ക്രോസ് ചെയ്ത് പോകണമൊന്നുമില്ല, നമ്മൾ അങ്ങനെ ക്രോസ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു. ക്രോസിങ് ദ സർഫസ്, ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ്. നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും ക്രോസ് ചെയ്ത് പോകുന്നില്ല, നമ്മൾ അങ്ങനെ ഒരു ഇമാജിനേഷനാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ക്രോസിങ് ദ സർഫസ് ഈസ് ഡിഫൈൻഡ് ആസ് ഇ എസ് കോസ് തീറ്റ, മാത്തമാറ്റിക്കലി ഡിനോട്ടഡ് ബൈ ഇ ഡോട്ട് എസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ ആണ്, 1.15. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വരാറുള്ളൊരു പ്രോബ്ലം ആണ് ഈ മോഡൽ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ 3 × 10⁻³ ഐ ക്യാപ്പ്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് വരച്ച് വരുമ്പോൾ മനസ്സിലാവും. കൺസിഡർ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഇ ഈക്വൽ 3 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. What is the flux of this field through a square of 10 cm on a side whose plane is parallel to YZ plane? ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുള്ളൂ. ഡയഗ്രം ഒന്നും നമുക്ക് തരില്ല, നമ്മൾ വരയ്ക്കേണ്ടി വരും. ഇത് വരച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. നമുക്കിതൊന്ന് വരച്ച് നോക്കാം അല്ലേ? നമുക്കിതൊന്ന് വരച്ച് നോക്കാം. നമുക്കറിയാം ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ നമുക്ക് നല്ലപോലെ ഫെമിലിയർ ആണ് അല്ലേ? എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ നമുക്ക് നല്ലപോലെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതൊന്ന് വരയ്ക്കട്ടെ. ഇങ്ങനെയാണല്ലോ, ഈ ഗ്രൗണ്ടിൽ വരുന്ന ആൾക്കാരാണ് എക്സ് ആക്സിസും വൈ ആക്സിസും. നമ്മളെ ഗ്രൗണ്ട് മനസ്സിലായില്ലേ? നമ്മളെ ഗ്രൗണ്ട്. ഈ ഹൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെഡ് ആക്സിസ് എടുക്കുന്നത്. 3 ആക്സിസുകളാണുള്ളത്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത് 3 × 10⁻³ ഐ ക്യാപ്പ്. ഈ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതൊന്ന് അറിഞ്ഞിരുന്നേക്കട്ടോ. നിങ്ങൾ വെക്ടറിൽ അല്ലെങ്കിൽ പഠിക്കും, മാത്സിൽ വരുന്നതാണ്. ഈ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഇല്ലേ, അതിനെയാണ് നമ്മൾ ഈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത്. ഈ ഡയറക്ഷൻ നമ്മളൊരു സിമ്പിൾ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ഐ ക്യാപ്പ്, അത്രയേ ഉള്ളൂ. ഇനി വേറൊരാളുണ്ട് ജെ ക്യാപ്പ്. അതിവിടെ വന്നിട്ടില്ല, എന്നാലും ഇപ്പോഴേ തന്നെ പഠിച്ചു വെച്ചോ, ഇനി മറക്കണ്ടല്ലോ. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസ്, ദിസ് ഈസ് പോസിറ്റീവ് ഡയറക്ഷൻ ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ ജെ ക്യാപ്പ്. നമ്മൾ വെറുതെ സെൻറ്റൻസിൽ എഴുതാതെ ജെ എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞിരുന്നോ, പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സിസ് ഡിനോട്ടഡ് ബൈ കെ. നിങ്ങളിത് മുമ്പ് കഴിഞ്ഞ വർഷമൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഐ ജെ കെ, ഇതൊരു കാരണവശാലും മറക്കാൻ പാടില്ല. ഐ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസ്, ജെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈ ആക്സിസ്, കെ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് സെഡ് ആക്സിസ്. അപ്പോൾ ഐയും ജെയും ഒക്കെ മിക്ക ക്വസ്റ്റ്യൻസിലുണ്ടാവും. ഓക്കെ, അത് പ്രതീക്ഷിച്ചോ, എപ്പോഴും ഉണ്ടാവും ഐയും ജെയും എല്ലാം. ഫിസിക്സിലെ മിക്ക പ്രോബ്ലംസിൽ അത് നിർബന്ധമാണ്, അതില്ലാതെ പറ്റില്ല. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നിറ്റ്യൂഡ് 3 × 10⁻³ ആണ്.
ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് 3 × 10⁻³ ആണ്. ഡയറക്ഷൻ ഐ ക്യാപ്പാണ്. ഡയറക്ഷൻ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പോണത് ഐ ഡയറക്ഷനിൽ. അതെങ്ങനെ ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്നുള്ളത് വെച്ചാൽ ഒരു 1 കൂളത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇത് ഡയറക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഹാവിങ് മാഗ്നിറ്റ്യൂഡ് 3 × 10⁻³ ന്യൂട്ടൺ പെർ കൂളം. ഒരു യൂണിറ്റ് കൂളം, ഒരു 1 കൂളത്തിൽ ഇത്രയും ഫോഴ്സ് ഉണ്ട് എന്ന്. അപ്പോൾ ഐ ഡയറക്ഷനിലാണെന്ന് കാണിക്കാനാണ് ഇങ്ങനെ വരച്ചത്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ഓഫ് ദിസ് ഫീൽഡ് ത്രൂ എ സ്ക്വയർ ഓഫ് സൈഡ് 10 സെൻറ്റിമീറ്റർ. ഒരു സ്ക്വയർ ഉണ്ട്, സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ്. ഓൺ എ സൈഡ് ഹൂസ് പ്ലെയിൻ ഈസ് പാരലൽ ടു YZ പ്ലെയിൻ. അതൊന്ന് അറിഞ്ഞിരുന്നേക്കണം കേട്ടോ. ഈ YZ പ്ലെയിൻ മാത്സ് എടുക്കാത്തവർ, YZ പ്ലെയിൻ എന്ന് പറഞ്ഞാലേ ഈ Y ആക്സിസും Z ആക്സിസും കൂടിയും ഒരു പ്ലെയിൻ അഥവാ സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? അല്ല, ഇങ്ങനെ ഒരു സർഫസ് കാണാൻ പറ്റുന്നില്ലേ? Y ആക്സിസും Z ആക്സിസും കൂടി ഒരു സർഫസ് ഫോം ചെയ്യുന്നുണ്ട്. ഒരു റൂമിൻ്റെ ഒരു വാളായിട്ട് കരുതുക അല്ലേ? അതിനാണ് നമ്മൾ YZ പ്ലെയിൻ എന്ന് പറയുന്നത്. YZ പ്ലെയിൻ. XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ XY പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ആക്സിസും Y ആക്സിസും കൂടിയും ഫോം ചെയ്യുന്ന പ്ലെയിൻ അതായിരിക്കും അപ്പോൾ XY പ്ലെയിൻ. ദാറ്റ് ഈസ് ഗ്രൗണ്ട് അല്ലേ? അപ്പോൾ YZ പ്ലെയിൻ എന്ന് പറഞ്ഞത് ഈ സംഭവമാണ്. ഈ വാള് ഇതൊരു റൂമിൻ്റെ ഒരു വാളായിട്ട് കരുതുക. അതിന് പാരലൽ ആവുന്ന രീതിയിൽ ഒരു സ്ക്വയർ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ YZ പ്ലെയിനിന് പാരലൽ അല്ലേ ആവുന്ന രീതിയിൽ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സ്ക്വയർ ഷീറ്റ് വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷീറ്റ് ഇവിടെ വരച്ചേക്കട്ടെ. 3 ഡയമെൻഷനിലായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് ശരിക്കും ഒന്ന് 3 ഡയമെൻഷനിലായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും, മനസ്സിലാവും നിങ്ങൾക്ക്. അതിന് പാരലായിട്ട് കണ്ടില്ലേ, ഞാനിങ്ങനെ ഒരു സ്ക്വയർ ഷീറ്റ് വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടി ആര് കടന്നു പോകുന്നുണ്ട്? നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട് അല്ലേ? പോകുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് 10 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. 10 സെൻറ്റിമീറ്റർ ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം ഇതിൽ കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ക്രോസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. ഹൗ മച്ച് ഫ്ലക്സ് ക്രോസിങ് ദ ഏരിയ, ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. അത് ഒരു ഇമാജിനറി ആണ്. എത്രത്തോളം ഫ്ലക്സ് അത് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്കറിയാം ഇതൊരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ A സ്ക്വയർ 10 സ്ക്വയർ. 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണമല്ലോ. 10 സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കണമെങ്കിൽ 10⁻² കൊണ്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 10 സെൻറ്റിമീറ്റർ എന്നുള്ളത് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 10 സെൻറ്റിമീറ്ററിനെ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ മീറ്റർ ആവുള്ളൂ. ഇതാണ് സൈഡ്, ഇത്രയും മീറ്റർ ഉണ്ട്. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. ഒരു സ്ക്വയറിൻ്റെ ഏരിയ A സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മീറ്ററിൽ പറയുമ്പോൾ 10 × 10⁻² ആണ് സ്ക്വയർ. കോസ് തീറ്റ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഈയുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഈയുടെ ഡയറക്ഷൻ ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷൻ. ഏരിയയുടെ ഡയറക്ഷനും ഐ ക്യാപ്പിൻ്റെ ഡയറക്ഷനാണ്. ഏരിയയ്ക്ക് എവിടെ നിന്ന് കിട്ടിയ ഡയറക്ഷൻ? ഏരിയയുടെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. അതിന് പെർപെൻഡിക്കുലറായിട്ട് ഇതിങ്ങനെ വരച്ചാൽ പോരെ അല്ലേ? ആ ഷീറ്റിന് പെർപെൻഡിക്കുലർ വരയ്ക്കുക. ആ പ്ലെയിൻ ഷീറ്റ് ഉണ്ടല്ലോ സ്ക്വയർ, അതിനൊരു പെർപെൻഡിക്കുലർ വരച്ച് വയ്ക്കേ. അതും ഐ ക്യാപ്പിലോട്ടല്ലേ പോകുന്നത്? അതെ, അല്ലെങ്കിൽ മൈനസ് ഐ ക്യാപ്പ്, ഏതെടുത്താലും മാർക്ക് തരും കേട്ടോ, പേടിക്കണ്ട. നമ്മൾ ഐ ക്യാപ്പിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മളെ ഏരിയയുടെ നോർമലും പോകുന്നത്. ഏരിയയുടെ നോർമൽ ഡയറക്റ്റിംഗ് ടുവേർഡ്സ് ഐ ക്യാപ്പ്. അപ്പോൾ ഏരിയയുടെ ഡയറക്ഷൻ ഐ ക്യാപ്പാണ്. ഏരിയയുടെ ഡയറക്ഷൻ ഐ ക്യാപ്പാണ്. ഈയുടെ ഡയറക്ഷൻ ഐ ക്യാപ്പാണ്. ഈക്കും ഏരിയയുടെയും ഡയറക്ഷൻ ഇടയ്ക്ക് വരുന്ന ആംഗിളാണല്ലോ തീറ്റ. ഈക്കും ഏരിയയുടെ ഡയറക്ഷനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് തീറ്റ. ഇവിടെ ഇലക്ട്രിക് ഫീൽഡിനും ഏരിയയുടെ ഡയറക്ഷനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. രണ്ടും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടിനും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 0 സോ കോസ് തീറ്റ വിൽ ബി കോസ് 0 എന്ന് എഴുതണം. ഇനി കാൽക്കുലേഷനാണ്. 3 × 10³ ഇവിടെ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ 10ൻ്റെ പവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻1 ആണ് വരുന്നത്. 10ൻ്റെ പവർ ആഡ് ചെയ്തു. സ്ക്വയർ ഉണ്ട്.
cos 0 1 ആണ് നമുക്കറിയാം. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ ഇപ്പോഴേ തന്നെ പഠിച്ചു വെച്ചോ. cos 0യുടെ വാല്യൂ 1 ആണ്. 10th സ്റ്റാൻഡേർഡിൽ ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ളതാണ്. cos 0 1 ആണ്. ഇപ്പോൾ ഇത് 3 × 10⁻³ ഇൻറ്റു ഇവിടെ ഇങ്ങനെ വരുമ്പോൾ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. -2 3 × 10⁻⁴ 3 × 10⁻⁴ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആണ് യൂണിറ്റ്. അത് എളുപ്പമാണ്. എങ്ങനെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആയത്? ES cos θ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളം. ES cos θ E എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ കൂളമാണ്. S എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. കോസ് തീറ്റയ്ക്ക് യൂണിറ്റ് ഇല്ല. കോസ് തീറ്റയ്ക്ക് യൂണിറ്റ് കോസും സൈനൊന്നും യൂണിറ്റ് ഇല്ല. അങ്ങനെ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. ഫ്ലക്സ് പാസിംഗ് ത്രൂ ദ സ്ക്വയർ വിൽ ബി 30 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് സെപ്പറേറ്റ് ഡയഗ്രം ഒന്നും വരയ്ക്കുന്നില്ല കേട്ടോ. ഇത് വരയ്ക്കാൻ തന്നെ കുറേ ടൈം പോയിട്ടുണ്ട് നമുക്കറിയാം. ഇതിൽ തന്നെ എന്തെങ്കിലും ഞാൻ വരച്ചിട്ടുള്ളൂ. ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ. സെയിം സ്ക്വയർ ആണ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സെയിം സ്ക്വയർ ഇഫ് ദ നോർമൽ ടു ദ പ്ലെയിൻ മേക്ക് 60 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. നോർമൽ ടു ദ പ്ലെയിൻ മേക്ക് 60 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വല്പം ഒന്ന് തിരിക്കുക. അതായത് ആക്ച്വലി ഇത് വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല കേട്ടോ. ഇത് വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല. അവിടെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരയ്ക്കുന്നതാണ്. അതേ സ്ക്വയർ തന്നെ ഒരു പൊടിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. സെയിം സ്ക്വയർ തന്നെയാണ്, ഒരു പൊടിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്ത്. പക്ഷെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് പഴയ പോലെ തന്നെയാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അവിടെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരച്ചാണ്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റിംഗ് ടുവേർഡ്സ് എക്സ് ആക്സിസ് തന്നെയാണ് കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് മാറുന്നില്ല. ഞാൻ ആ ഷീറ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ആ ഷീറ്റില്ലേ, ഷീറ്റ് ഒന്ന് സ്വല്പം ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നോർമൽ ഓഫ് ദ ഷീറ്റ് നൗ മേക്കിംഗ് ആൻ ആംഗിൾ. ഇതാണ് ഏരിയ കേട്ടോ. ഏരിയയുടെ ഡയറക്ഷനാണിത്. നൗ മേക്കിംഗ് ആൻ ആംഗിൾ 60 ഡിഗ്രി. 60 ഡിഗ്രി വിത്ത് ഇലക്ട്രിക് ഫീൽഡ്. അവിടെ തന്നെ വരയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ വരച്ചെന്ന് മാത്രം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഈ ഷീറ്റ് ഒന്ന് ഒരു പൊടിക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇലക്ട്രിക് ഫീൽഡ് പഴയ പോലെ തന്നെയാണ്, ടുവേർഡ്സ് ഐ ഡയറക്ഷൻ. പക്ഷേ ഈ ഏരിയയുടെ ഡയറക്ഷൻ ഇങ്ങോട്ടായി, സ്വല്പം ഇങ്ങോട്ടായി. ഈ ആംഗിൾ 60 ഡിഗ്രി എന്നാണ് അവർ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. വായിച്ചു നോക്കാം. ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇപ്പോഴുണ്ടാവുന്ന ഫ്ലക്സ് എത്രയാണ്? ഇപ്പോൾ ഈ ഷീറ്റിൽ കൂടി എത്ര ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്? അതാണ് ബി പാർട്ട്. ദാറ്റ് ഈസ് എ ബി പാർട്ട്. സോ നമുക്കിത് ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്. ഈ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യം പോലും ഇല്ല ശരിക്കും. ദ ന്യൂ ഫ്ലക്സ് ഈസ് ഫോർമുല ES cos θ തന്നെയാണ്. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡാണ്. അത് പഴയ വാല്യൂ ആണ്. ഇലക്ട്രിക് ഫീൽഡല്ല നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഷീറ്റാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ഫീൽഡൊക്കെ പഴയ പോലെ തന്നെ ആണ്. എസ് എന്ന് പറഞ്ഞാൽ ഏരിയ. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല. പഴയ വാല്യൂ തന്നെ എടുത്ത് എഴുതാം. ഏരിയയുടെ മാഗ്നിറ്റ്യൂഡ് മാറിയിട്ടില്ല. ഞാൻ ആ സെൻറ്റിമീറ്ററിനെ മീറ്റർ ആക്കിയിട്ട് അറിയാമല്ലോ. A². കോസ് തീറ്റ വരുന്നുണ്ട്. കോസ് തീറ്റ അല്ല, തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം നോക്ക്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇക്കും എസിനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ്. ഇപ്പോൾ ആദ്യം മുതലേ പറഞ്ഞതാണ്, ഇക്കും എസിനും ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് തീറ്റ. ഇപ്പം ഇത് പ്രകാരം റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഇക്കും എസിനും ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. കോസ് 60. കുറച്ച് കാൽക്കുലേഷൻ ലാഭിക്കാൻ വേണ്ടി ഇത്രയും ഭാഗം നമ്മൾ എ പാർട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ കോസ് 0 1 ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ അണ്ടർലൈൻ ചെയ്ത പാർട്ട് നമ്മൾ എ പാർട്ടിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ അങ്ങോട്ട് കോപ്പി ചെയ്താൽ മതി. ഈ അണ്ടർലൈൻ ചെയ്ത മൾട്ടിപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കി പകർത്താം. അത് എത്രയായിരുന്നു ഈ പ്രോഡക്റ്റ് കിട്ടിയത്? 30. പിന്നെ ഒരു കോസ് 60 വന്നിട്ടുണ്ട്. കോസ് എപ്പോഴും ആവശ്യം തന്നെയാണ് കേട്ടോ ഫിസിക്സിൽ. കോസും സൈനും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആംഗിളൊക്കെ പഠിച്ചു വെച്ചോ.
cos 60യുടെ വാല്യൂ 1/2 ആണ്. cos 60യുടെ വാല്യൂ 1/2 ആണ്. 30 × 1/2 15 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം ആണ് ഇവിടെ വരുന്ന ആൻസർ. ഓക്കെ, ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് ഹോംവർക്കാണ്. ഇതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഗോസസ് ലോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലോ ആണ് ഗോസസ് ലോ. ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ ഗോസസ് ലോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതിൻ്റെ ഇതിന് ഒരുപാട് അപ്ലിക്കേഷൻസുകളുണ്ട്. ഗോസസ് ലോയിന് ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒരു അപ്ലിക്കേഷൻ ഡെറിവേഷനായിട്ട് എക്സാമിന് വരാറുണ്ട്. വാട്ട് ഈസ് ഗോസസ് ലോ? അപ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചാർജ് ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ചാർജ് ഉണ്ട്. ക്യൂ ആണ് ടോട്ടൽ ചാർജ്. എൻ്റെ കയ്യിൽ ഉള്ള ചാർജ് ക്യൂ ആണ്. സപ്പോസ് ഞാൻ ഒരു ക്ലോസ്ഡ് സർഫസ് വരച്ചു. ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ സ്പെറിക്കലായിട്ട് തന്നെ വരണമെന്നില്ല, ക്യൂബിക്കലോ ബോക്സ് പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു ഷേപ്പിൽ എന്ത് വരച്ചു? ഒരു ക്ലോസ്ഡ് സർഫസ്. ക്ലോസ്ഡ് കേർവ് അല്ല, ക്ലോസ്ഡ് സർഫസ്. ഒരു ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവാത്ത രീതിയിൽ ഈ സർഫസ് കംപ്ലീറ്റ് ആയിട്ട് ക്യൂവിനെ കവർ ചെയ്തിരിക്കണം. ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല ഈ സർഫസിൽ എവിടെയും. അങ്ങനെ വിചാരിക്കുക, എൻ്റെ കയ്യിലൊരു ക്യൂ ഉണ്ടായിരുന്നു, ഞാനൊരു കവർ വെച്ചിട്ട് അത് മൂടി എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, കവർ ചെയ്ത് മൂടി. ക്യൂ ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ചാർജ് എവിടെയെങ്കിലും വെച്ചാൽ ഉറപ്പായിട്ടും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 1 കൂളം ചാർജാണ്. ഇവിടെ ഞാനൊരു 1C വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ റിപ്പൽ ചെയ്യും. ഇതിനെ അറിയാമല്ലോ, പ്ലസ് ക്യൂ ആണ്. ഇവിടെയാണ് 1C വെക്കണമെങ്കിൽ എഗെയിൻ ഇയാൾ റിപ്പൽ ചെയ്യും. അപ്പോൾ ഈ സർഫസിൽ ഞാൻ എവിടെയെങ്കിലും ഒരു 1 കൂളം ചാർജ് വെച്ചാൽ ഈ ക്യൂ എന്ത് ചെയ്യും? ഈ ക്യൂ അതിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ദീസ് ആർ ദ ഇലക്ട്രിക് ഫീൽഡ്. മനസ്സിലായല്ലോ? ഡ്യൂ ടു ക്യൂ. അപ്പോൾ ഈ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുകളാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസാണ്. ഒരുപാടൊന്നും വരയ്ക്കണില്ല. അപ്പോൾ ഇതിന് ചുറ്റും ആരുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. അപ്പോൾ ഇവിടെ ഇതൊരു ഇങ്ങനെ ഒരു ഇറഗുലർ ഷേപ്പിലാവാം. ജനറലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കറക്റ്റ് ഒരു സ്പെറിക്കലാവണമെന്നൊന്നുമില്ല. ഇറ്റ് ക്യാൻ ഹാവ് എനി ഷേപ്പ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് ആവണമെന്നില്ല ഇവിടെ ഉള്ളത്. കാരണം ഈ ക്യൂയിൽ നിന്ന് ഡിസ്റ്റൻസിലുള്ള വേരിയേഷൻ വരുമ്പോൾ, ഈ ക്യൂയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് മാറും. ഈ ക്യൂവിന് വളരെ അടുത്തിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഇലക്ട്രിക് ഫീൽഡാണ്, ഭയങ്കര ഫോഴ്സാണ്. ക്യൂവിന് വളരെ അകലിരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഫോഴ്സ് ഉണ്ടാവില്ല. ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഇലക്ട്രിക് ഫീൽഡ് may not be uniform through the surface. ഈ സർഫസിലുള്ള ഓരോ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആവണമെന്ന് നിർബന്ധമില്ല. മേ ബി ഡിഫറൻറ്റ്. അപ്പോൾ ഗോസസ് ലോ പറയുന്നത് ടോട്ടൽ ഫ്ലക്സ്. ഞാനിവിടെ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗോസസ് ലോ പറയുന്നത്, ഗോസസ് ലോ സേസ് ദാറ്റ്, ഇവിടെ സെൻറ്റൻസിൽ എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, നല്ലത്. ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് എ ക്ലോസ്ഡ് സർഫസ്. Total flux crossing a closed surface is equal to 1/epsilon 0 times the total charge enclosed by the surface. ഇതാണ് ഗോസസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ്, ഞാൻ ഒന്നുകൂടി വായിക്കാം. ഇതെന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എഴുതണമല്ലോ. ഗോസസ് ലോ സേസ് ദാറ്റ് ദ ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് എ ക്ലോസ്ഡ് സർഫസ്. ഇതിൽ കൂടി ആര് കടന്നു പോകുന്നുണ്ട്? ഫ്ലക്സ് കടന്നു പോകുന്നുണ്ട്. ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/epsilon 0 ടൈംസ് ദ ടോട്ടൽ ചാർജ്. ഇതാണ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഇവിടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ES cos θ ഇവിടെ ബുദ്ധിമുട്ടാണ്. ES cos θ പ്രശ്നമാണ്. കാരണം ഇവിടെ പലയിടത്തും പല ഫ്ലക്സ് ആണ്. അതായത് ഇവിടെ ഒരു ചെറിയൊരു ഏരിയ കൺസിഡർ ചെയ്യുക. ഒരു വളരെ ചെറിയ ഏരിയ, 1 മില്ലിമീറ്റർ എങ്ങാണ്ട് ഉണ്ടാവുള്ളൂ ലെങ്ത്ത്, അത്രയ്ക്കുള്ള ഏരിയ.
അതിൽ കൂടി ഒരു ഫ്ലക്സ് കടന്നു പോകുന്നുവല്ലോ, നമുക്ക് അതിനെ 5 എന്ന് പേര് കൊടുക്കാം. ഈ വളരെ ഒരു 0.1 മില്ലിമീറ്റർ അത്രത്തോളം ഒരു ഡോട്ട് പോലെ തോന്നുന്ന ഒരു ചെറിയൊരു സർഫസ് എടുക്കുക. അതിൽ കൂടി ഏകദേശം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കണമല്ലോ. ഒരു 0.1 മില്ലിമീറ്റർ സൈസുള്ള ഒരു ചെറിയൊരു ഏരിയ എടുത്താൽ അതിൽ കൂടി ഏകദേശം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നെ ആവണമല്ലോ. സോ യൂസിങ് ES cos theta there will be a flux through a smaller area. അതേപോലെ ഇവിടെ വേറൊരു ഫ്ലക്സ്, അവിടെയുള്ള ഫ്ലക്സ് ആവണമെന്നില്ല ഇവിടെയുള്ളൊരു ഫ്ലക്സ്. ഇവിടെ ഒരു 0.1 സൈസുള്ള ഒരു ചെറിയൊരു ഏരിയ എടുക്കുക. അതിൽ കൂടി ഏകദേശം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നെയായിരിക്കണം കടന്നു പോകേണ്ടത്. അപ്പോൾ അങ്ങനെ പലയിടത്തും പല ഫ്ലക്സുകളായിരിക്കും കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ചെറിയ ഫ്ലക്സുകളും ഓരോ ചെറിയ ഏരിയാസായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ ചെറിയ ഏരിയാസായിട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്തോ അതിൽ കൂടി കടന്നു പോകുന്ന എല്ലാ ഫ്ലക്സുകളും ആഡ് ചെയ്യുക. കാരണം ഓരോ ചെറിയ ഏരിയയിൽ കൂടി യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയനെ ഞാൻ ലക്ഷക്കണക്കിന് ചെറിയ അങ്ങനെ തന്നെ പറഞ്ഞോട്ടെ, ലക്ഷക്കണക്കിന് തന്നെ പറഞ്ഞോട്ടെ, ഈ ഫുൾ സർഫസ് ഏരിയന ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ചെറിയ ഏരിയാസുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് ആ ഓരോ ചെറിയ ഏരിയയിൽ കൂടിയും ഫ്ലക്സ് ഉണ്ടാവുമല്ലോ. യൂസിങ് ES cos theta ഇവിടെ ഒരു ഫ്ലക്സ് 5.1 + 5.2 + 5.3 + 5.4 എക്സെട്ര എല്ലാവരും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ദ ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ ക്ലോസ്ഡ് സർഫസ്. ഇതാണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്, പ്രോബ്ലം വരും മനസ്സിലാവും. അപ്പോൾ ഗോസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എന്താണ് പറയുന്നത് 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ആ സർഫസിനുള്ളിൽ എത്ര ചാർജ് ഉണ്ട് അത്. പുറത്തുള്ള ചാർജ് കൗണ്ട് ചെയ്യാൻ പാടില്ല. പുറത്ത് പല ചാർജുകളും കാണും, അതൊന്നും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഇതാണ് ഗോസസ് ലോ പറയുന്നത്. ഇതിൻ്റെ പ്രൂഫ് എക്സാമിന് വന്നിട്ടുള്ളതാണ്. ഇതെങ്ങനെ വന്നു, പക്ഷെ അത് ഒരു സ്പെഷ്യൽ കേസായിട്ടുള്ള പ്രൂഫേ ചോദിച്ചിട്ടുള്ളൂ. ഈ ക്ലോസ്ഡ് സർഫസ് ഒരു സ്പിയറായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഗോസസ് ലോ ഡിറൈവ് ചെയ്യാനായിട്ട് ബോർഡ് എക്സാമിന് വന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ്, ഇതെങ്ങനെ വന്നു, ഇതിൻ്റെ പ്രൂഫാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പാരഗ്രാഫ് പോലും നമ്മൾ വിടാൻ പാടില്ല, ചോദിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൂഫ്. ക്വസ്റ്റ്യൻ ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫൈൻ ഗോസസ് ലോ, പ്രൂവ് ദ ഗോസസ് ലോ ഫോർ ദ സ്ഫെറിക്കൽ സർഫസ്. അങ്ങനെ അപ്പോൾ ആ ഒരു പ്രൂഫേ നമ്മളെ സിലബസിലുള്ളൂ. വളരെ സിമ്പിളായുള്ള കേസ്. ഈ ക്ലോസ്ഡ് സർഫസിന് എന്ത് ഷേപ്പ് വേണമെങ്കിലും വരാം. ഇത് സ്പിയർ ആകുമ്പോഴുള്ള കാര്യം, ഈ സ്പിയർ ആകുമ്പോൾ ഗോസസ് ലോ സാറ്റിസ്ഫൈ ഉണ്ടെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ പ്രൂഫ് പറയാൻ പോവാണ്. വി ഹാവ് എ ചാർജ് ക്യൂ. ഇതിനൊക്കെ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാം. ഗോസസ് ലോക്ക് സ്പിയർ തന്നെ ആവണമെന്നില്ല, ഏത് ഷേപ്പ് വേണമെങ്കിലും വരാം. ഇപ്പോൾ തൽക്കാലം പ്രൂഫിൽ നമ്മളെ സിലബസിലുള്ളത് ഇതാണ്. ഒരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് എ സ്പെറിക്കൽ സർഫസ്. അത് നമ്മൾ ആ ക്യൂ എവിടെ ഇരിക്കണേ, ക്യൂ സെൻറ്ററിൽ ആവുന്ന രീതിയിലാണ്. ക്യൂ സെൻറ്ററിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്തു. സ്പിയർ ആയതുകൊണ്ട് അതിനൊരു റേഡിയസ് കാണും. സ്പിയർ ആയതുകൊണ്ട് അതിനെന്തുണ്ടാവും, ഒരു റേഡിയസ് ഉണ്ടാവും. റേഡിയസിന് നമുക്ക് വല്ല R എന്നെങ്ങാനും പേര് കൊടുക്കാം, R. അപ്പോൾ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. യെസ്, ഈ ക്യൂ കാരണം ഈ സർഫസിൽ കൂടി കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസ് ചെയ്ത് പോവും. ഇങ്ങനെയാണ് പോകുന്നത്, അറിയാം നമുക്ക്. ഇതൊക്കെ എന്തെന്നാ സംഭവം, വാട്ട് ഈസ് ദിസ്? ദീസ് ആർ ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ക്യൂ. ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളിത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിലെത്തുന്ന രീതിയിൽ, മനസ്സിലായില്ലേ? ഇത് നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിലെത്തുന്ന രീതിയിൽ. These are the electric field
ഓൺ ദ സർഫസ് ഓഫ് ദ സ്പിയർ. ഇത് വരച്ചു വരുമ്പോൾ മനസ്സിലാവും ഇത് സിമ്മട്രിയാണ്. അതായത് ഇവിടെ 1 കൂളം ചാർജ് വെച്ചാലും ഇവിടെ 1 കൂളം ചാർജ് വെച്ചാലും ഒരേ ഫോഴ്സാണ്. ക്യൂവിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. ഈ സർഫസിലിരിക്കുന്ന എല്ലാ പോയിൻറ്റും ക്യൂവിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എത്രയാണോ അതേ ഇലക്ട്രിക് ഫീൽഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്, അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ക്യൂവിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. ഈ സർഫസിലുള്ള ഓരോ പോയിൻറ്റും ക്യൂവിന്ന് ഒരേ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പോൾ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. അതുമാത്രമല്ല ഏരിയ, എവിടെ ഏരിയ വരച്ചാലും ഏരിയയുടെ ഡയറക്ഷനും ഈയുടെ ഡയറക്ഷൻ തന്നെയാണ്. ഏരിയയുടെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഏരിയയുടെ ഡയറക്ഷൻ അവിടെ ഒരു നോർമൽ വരച്ചാൽ മതി. ഇതാണ് ഏരിയയുടെ ഡയറക്ഷൻ. വേണമെങ്കിൽ ഏതെങ്കിലും പേര് കൊടുക്കുക അല്ലേ. നിങ്ങൾക്കറിയാമല്ലോ ഒരു സ്പിയർ, ഇതൊരു സ്പിയറാണ്. അവിടെയുള്ളൊരു ചെറിയ ഏരിയ ഇതാണ്. ഒരു സ്പിയറിൻ്റെ ഒരു ചെറിയ ഏരിയ എടുക്കുക, അവിടുത്തെ ആ ഏരിയയുടെ പെർപെൻഡിക്കുലർ വരച്ച് ഇങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. സോ ഞാൻ പറഞ്ഞു തന്നത്, നമ്മൾ ഏതൊരു പോയിന്റിലും ഏരിയ വരച്ചു കഴിഞ്ഞാൽ അത് ഈയുടെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. ഞാൻ ഇനി ഓരോന്നോരോന്ന് വരച്ച സമയം കളയണില്ല, എല്ലായിടത്തും ഇരിക്കട്ടെ. എന്നാലും ഇലക്ട്രിക് ഫീൽഡ് ഉള്ള സ്ഥലത്തെല്ലാം ഏരിയ എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ ഏരിയ വരുന്നത്. ഏരിയ എന്ന് പറഞ്ഞ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ടു ദ സർഫസ് ആണ്. ഈ സർഫസിന് നോർമലായിട്ടാണ് വരുന്നത്. സോ വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് അല്ലേ, അങ്ങനെ പറഞ്ഞോട്ടെ ഞാൻ. വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രോസിങ് ദ സർഫസ്. ഇങ്ങനെ വളഞ്ഞു പോയി എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. വി ക്യാൻ യൂസ് ES cos theta ഇഫ് പ്രൊവൈഡഡ് E is constant. അപ്പോൾ എനിക്ക് എന്താ പറയാൻ പറ്റുന്നത്, വി ഹാവ് എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ക്രോസിങ് ദ സർഫസ്. ഈ സ്പെറിക്കൽ സർഫസ് ക്രോസ് ചെയ്ത് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. തീറ്റ ഇക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ ഓൾവേസ് 0 അല്ലേ. എവിടെ ഏത് പോയിന്റ് എടുത്താലും ഇക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. സോ നമുക്ക് ഫ്ലക്സ് എഴുതാനുള്ള ഫോർമുല എഴുതിക്കോ ധൈര്യപ്പെട്ട്, അധികം സ്റ്റെപ്പുകളൊന്നും വേണ്ട. നമുക്ക് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയതുകൊണ്ട് വി ക്യാൻ യൂസ് ES cos theta. എല്ലായിടത്തും ഒരേ തീറ്റയും കൂടിയാണ്. എല്ലായിടത്തും തീറ്റ 0 ഡിഗ്രിയാണ്. ഇക്കും എക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. ES cos theta എഴുതാം. E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് E? E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 കൂളം ഫോഴ്സിൽ അല്ല 1 കൂളം ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനല്ലേ നമ്മൾ E എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിലെന്ത് ഫോഴ്സ് ഉണ്ടാവും, അതാണല്ലോ E എന്ന് പറയുന്നത്. അപ്പം E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്യൂവിനും 1 കൂളത്തിനും ഇടയ്ക്കുള്ള ഫോഴ്സാണ് E എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു 1 കൂളം ചാർജ് വെച്ചാൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് E. അപ്പോൾ E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ Q ആൻഡ് 1 കൂളം. അപ്പോൾ ഈ കാണാനുള്ള ഫോർമുല കൂളംസ് ലോ പ്രകാരം 1/4πε0, അതായത് K ഇൻറ്റു Q1 ഇൻറ്റു Q2. Q1 ഇൻറ്റു Q2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു Q ഡിവൈഡ് ബൈ R². ഇതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആണെന്ന് കണ്ടാൽ അറിയാം. ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് എഴുതി. എല്ലായിടത്തും ഒരേ ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി S എന്ന് പറഞ്ഞാൽ ഫുൾ സർഫസ് ഏരിയ. ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്, 9th സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ചിട്ടുള്ളതാണ്. ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 4πr² ആണ്. റേഡിയസ് 6 ആണല്ലോ. ഒരു സ്പിയറിൻ്റെ സർഫസ് ഏരിയ കാണാനുള്ള ഫോർമുല 4πr². കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇക്കും എക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 0 ഡിഗ്രിയാണ്. അതെല്ലായിടത്തും അതുപോലെ തന്നെ വരുന്നത്. ഇക്കും എക്കും ഇടയ്ക്ക് വരുന്ന ആംഗിൾ 0.
ക്യാൻസൽ ചെയ്ത് കളയാനുള്ളവരൊക്കെ ക്യാൻസൽ ചെയ്തോ. ഇവിടുത്തെ 4πയും ഇവിടുത്തെ 4πയും പോവും. ഇവിടുത്തെ r² ഇവിടുത്തെ r² പോവും. cos 0 ആണെങ്കിൽ 1 ആണ്. മുകളിലൊരു ക്യൂ ഉണ്ട്, താഴെ ഒരു ε0 ഉണ്ട്. മുകളിലൊരു ക്യൂ ഉണ്ട്, താഴെ ഒരു ε0 ഉണ്ട്. സോ നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുകയാണ് ടോട്ടൽ ഫ്ലക്സ് ക്രോസിങ് ദ ക്ലോസ്ഡ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് ഇൻസൈഡ് ദ സർഫസ്. ഇതാണ് ഗോസസ് ലോ ബൈ ഹാർട്ടാക്കി വെക്കാം. ഓക്കെ.